ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു യാത്രയിലാണ്. ഞാനും മാളൂഞ്ഞും കൂടി നേര്യമംഗലത്തിന് പോവുകയാണ്. ഞങ്ങൾ 2 വീലറിനാട്ടോ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 2 വീലർ യാത്രയാണ് ഇഷ്ടം. മാളു ഇങ്ങനെ ബാക്കിലിരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ വണ്ടി ഓടിച്ച് പോവാണ്. മനോഹരമായ കാഴ്ചകളാട്ടോ, നല്ല രസമുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പതിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാളൂഞ്ഞിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ്ടോ അവിടെ കോടമഞ്ഞ് കണ്ടോ, നല്ല രസമുണ്ട് കോടമഞ്ഞ് കാണാൻ വേണ്ടി. അതെല്ലാം ഞങ്ങളിങ്ങനെ കണ്ട് പതിയെ ഞങ്ങളിങ്ങനെ യാത്ര നീങ്ങുകയാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. അതാണ് അത് സീക്രട്ടാണ്. അതിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം എവിടെയാണ് സ്ഥലം എന്നുള്ളത്. കോടമഞ്ഞ് കണ്ടോ, കോടമഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ വണ്ടി ഒന്ന് പതുക്കെ സ്ലോ ആക്കി. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന് ഞങ്ങൾ അവിടെ ചെല്ലാൻ പോവുകയാണ്. ചെന്ന് ഞങ്ങൾ പറഞ്ഞ സീക്രട്ട് സ്ഥലമില്ലേ, അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നേര്യമംഗലം പാലത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 വീലർ മാറ്റിട്ടോ. അങ്ങോട്ട് 2 വീലറും കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലത്തിൽ നിന്ന് 50 മീറ്റർ അകലെ നമ്മുടെ കാഞ്ഞിരവേലിക്ക് തിരിയുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലൂടെ കയറി പോകണം ഞങ്ങൾക്ക് ആ സ്ഥലത്തെത്താൻ വേണ്ടി. നല്ല കാട് അരുവിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും അവിടെ പോകാറുണ്ട് കേട്ടോ. നല്ല രസമായി, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഈ കാട്ടിലൂടെ വേണം പോകാൻ. അപ്പോൾ ഇവിടെ ആനയുണ്ട്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പേടിച്ചാണ് പോയിരുന്നത്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് ആ സ്ഥലത്തെത്താൻ വേണ്ടി. പക്ഷെ അധികം ആരും അവിടെ ചെന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അധികം ആർക്കും അവിടെ ആ സ്ഥലം അറിയില്ല. ഞങ്ങൾ ചെല്ലുമ്പോഴൊന്നും അധികം ആൾക്കാരെ കാണാറില്ല. ഞങ്ങളിങ്ങനെ കാടിലൂടെ ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആ താഴെയുള്ള സ്ഥലമല്ലേ അവിടെ, അതാണ് തോട്, കാട്ടരുവി. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ അവിടെയൊക്കെ ഞങ്ങളെല്ലാം ഇറങ്ങി നിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഈ പ്രാവശ്യം ഞങ്ങളെ ആരും ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല. നല്ല മനോഹരമായ നല്ല പച്ചപ്പ് വിരിച്ചെടുക്കുന്ന കാടിൻ്റെ ഉള്ളിലെ കാട്ടരുവി. അപ്പം ഞങ്ങളവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മയൊക്കെ പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങണ്ട, അവിടെ അട്ടയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പതിയെ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. നല്ല രസമാണ് ആ വെള്ളച്ചാട്ടവും ഇല്ല, വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതെല്ലാം നന്നായിട്ട് കാണാൻ പറ്റിയിട്ടോ. നല്ല രസമുണ്ട് അവിടെ. അതിൻ്റെ ഉള്ളിലിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വരുന്നുണ്ട്. അവരൊക്കെ എവിടെയോ പോയിരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്നിട്ട് പതിയെ അങ്ങോട്ട് പോയി. അട്ട ഒരാക്കടെ കാലേ കയറി കേട്ടോ. ഞങ്ങൾ അട്ടേനെയൊക്കെ തൂത്ത് കളഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഞങ്ങൾ അവിടെ വെള്ളത്തിൽ പതുക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. പാറയിൽ ഇങ്ങനെ തെന്നൽ പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ അധികം അവിടെ നിന്നില്ല. വെള്ളത്തിന് നല്ല ശക്തമായ കുത്തൊഴുക്ക് പോലെ വന്നു. അപ്പോൾ കുളിക്കാനും നിന്നില്ല കേട്ടോ. കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത്. ഇവിടെ എല്ലാവർക്കും വരാനുള്ള നല്ല രസമുള്ള സ്ഥലമാട്ടോ. കാണാനൊക്കെ ഒത്തിരിയുണ്ട്. ഈ കാടിൻ്റെ ഉള്ളിലൂടെ വരുന്നൊരു അരുവി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അധികം ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ കയറി വന്ന് പിന്നെ ഫോട്ടോഷൂട്ട് മത്സരമായിരുന്നു. എല്ലാവരും കൂടെ മാറി നിന്നുള്ള ഫോട്ടോഷൂട്ട്. പിള്ളേരും എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോരുത്തർ ഫോട്ടോഷൂട്ട് ആരംഭിച്ചിട്ടോ. എല്ലാവരുടെയും വക ഫോട്ടോഷൂട്ടും അവിടെ നടത്തിയിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നീങ്ങുവാനുള്ള ഇവരെ ചേച്ചി, അനിയത്തി എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും വന്നൊരു ഹായ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ പിള്ളേരും കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാട്ടോ പോയത്. 2 വീലർ കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ 2 വീലർ കൊണ്ട് പോകാൻ പേടിയായിക്കൊണ്ടാട്ടോ. എല്ലാ ആനയെങ്ങാനും വന്ന് 2 വീലർ ഇട്ടിട്ട് ഓടണ്ടേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോഷൂട്ട് മത്സരങ്ങളാണ്. ഓരോരുത്തർ മാറി നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി. ഞങ്ങൾ ഇതൊരാൾ. പിന്നെ പിള്ളേർ സെറ്റുകളെല്ലാം കൂടി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നല്ല രസമാണ്. കാടിൻ്റെ ഉള്ളിൽ ഈ അരുവി കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് പിള്ളേരെല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വന്നത്. അവരൊക്കെ കുറച്ച് നേരം ഇറങ്ങി അവിടെ നിന്ന് കുളിക്കാൻ നിന്നില്ല. എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും ടാറ്റ ബൈ പറഞ്ഞു. ഇതാണ് അമ്മയും കൂട്ടി. അമ്മയാണ് ഞങ്ങളെ ഇറക്കാതിരുന്ന ആൾ, അട്ടയിടതും പറഞ്ഞ്. പക്ഷെ ഞങ്ങളിനി അടുത്ത പ്രാവശ്യം എന്തായാലും, ഇത് മഴയുടെ ടൈം ആയിക്കൊണ്ടായിരിക്കട്ടെ ഇത്രയും കുത്തൊഴുക്ക് വരുന്നത്. പക്ഷെ ഇത്രയും കുത്തൊഴുക്ക് ഉണ്ടാവാറില്ലായിരുന്നു. ഭയങ്കര ശക്തമായിട്ട് ഉണ്ടാവാറില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത്രയും ശക്തമായ ഒഴുക്കുണ്ടായില്ല. ഒഴുക്കുള്ളത് കൊണ്ടാണ് ഞങ്ങളെ അങ്ങോട്ട് ഇറക്കാതിരുന്നത്. അമ്മ ഞങ്ങളെ ഇറക്കിയില്ല. മാളൂഞ്ഞിനാണെങ്കിൽ ഇറങ്ങാഞ്ഞിട്ട് ഭയങ്കര വിഷമം. പിന്നെ കുറച്ച് നേരം മാളൂഞ്ഞിനെ അവിടെ ഇറക്കി ഞങ്ങൾ ടാറ്റ ബൈ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള വീഡിയോ.